ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുണ്ടല്ലോ, കാശ്മീർ പോയിൻ്റെ പാർട്ട് 5 ആണ്. ഇന്ന് നമ്മൾ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു പോയിന്റിലോട്ടാണ് പോകുന്നത്. അതായത് സിന്തൻ ടോപ്പ്, അതായത് മഞ്ഞിൻ്റെ അതീവമായിട്ട് മഞ്ഞുള്ളൊരു സ്ഥലത്താണ് പോകുന്നത്. അങ്ങനെ നമ്മൾ രാവിലെ 6 മണിയായപ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെയും മെനിങ്ങാന്നുമായിട്ട് പോയിട്ടുള്ള ടാക്സിയിൽ തന്നെയാണ് നമ്മൾ പോയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ടാക്സിയിൽ കയറി അങ്ങനെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണിതൊക്കെ. മുന്നേ ഉണ്ടായിരുന്നവർ നമ്മളെല്ലാവരും കൂടിയായിരുന്നു ഇറങ്ങിയിട്ടുള്ളത്. മോർണിംഗിലായിരുന്നു പോയത്. അത്രയും ടൈമിൽ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് എത്താൻ കഴിയത്തുള്ളൂ. അങ്ങനെ ആ പോകുന്ന വഴിക്ക് നമ്മളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാനായിട്ട്. ഇത് ചപ്പാത്തിയായിരുന്നു, പക്ഷേ റൊട്ടി എന്നുള്ള രീതിയിലാണ് തന്നത്. അങ്ങനെ ചപ്പാത്തിയും ഡാൽ കറിയുമായിരുന്നു. എനിക്ക് ഡാൽ കറി വലിയ ഇഷ്ടമല്ല, പക്ഷേ ഇക്ക കഴിച്ചു. ഞാൻ കഴിച്ചത് ബ്രെഡ് ഓംലേറ്റ് ആയിരുന്നു. അങ്ങനെ അത് കഴിച്ചു. ഇക്ക റൊട്ടിയും ഇതുപോലെ തന്നെ ഡാൽ കറിയും കഴിച്ചായിരുന്നു. അങ്ങനെ എൻ്റെ വിശപ്പടക്കാനായിട്ട് ഞാൻ കഴിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ബ്രെഡും ഓംലേറ്റും ആയിരുന്നു. അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ തന്നെ കഴിച്ചായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് വീണ്ടും ടാക്സിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ കണക്കല്ല, നമ്മളിവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസ് അങ്ങനത്തെ കണക്കൊന്നുമല്ല. ഇവിടെ എപ്പോഴും പട്ടാളവും കാര്യങ്ങളും ഒക്കെയാണ്. അങ്ങനെ നമ്മൾ കുറേ നേരം തന്നെ അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ വെയിറ്റ് ചെയ്ത് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അകത്തോട്ട് കയറ്റി വിട്ടിട്ടുള്ളായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങ് പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചകളാണ് ഈ ഒരു കാശ്മീരിൽ. എവിടെ പോയാലും നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഈ ആടുകൾ. അതായത് എത്ര വെറൈറ്റി ആയിട്ടുള്ള ആടുകളാണ് കാണുന്നത്. ചെമ്മരി ആടും അതുപോലെ തന്നെ ഒരുപാട് തോലുള്ള ആടുകളായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ളതാണ് ഇതാ ഈ സിന്തൻ ടോപ്പിൻ്റെ ഒരു ഏരിയയാണ്. ആ കാശ്മീരിൻ്റെ ഏകദേശം ഒരു ടോപ്പ് ഏരിയ എത്തുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും മഞ്ഞിങ്ങനെ കിടക്കുന്നത്. ഈ ഒരു മഞ്ഞ് ഇതുപോലെ തന്നെ നദി പോലെ ഇങ്ങനെ ഒഴുകി വന്ന് അതൊരു മഞ്ഞ് ഐസ് കട്ടായിട്ട് മാറിയിരിക്കുന്നതാണ് അത് കാണുന്നത്. മഞ്ഞ് ഉറഞ്ഞു പോയിട്ടുണ്ട്. ആ ഒരു രീതിയാണ് ആ ഒരു ഇതിൽ കാണുന്നത്. അങ്ങനെ ഈ ഒരു റോഡെന്ന് പറഞ്ഞാൽ മലഞ്ചെരിവ് കണക്കത്തെ ഒരു റോഡാണ്. നമുക്കിപ്പം താഴോട്ട് നോക്കിയാൽ അതിൻ്റെ കൊക്ക പോലത്തെ റോഡാണ്. അങ്ങോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരു പേടി കണക്കായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ഈ സൈഡിലുള്ള എല്ലാ വ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയാണ് നമ്മൾ പോയിട്ടുള്ളത്. അങ്ങനെ പിന്നെ പോകുന്ന വഴിയാണ് ഇതുപോലെ തന്നെ പാറക്കല്ലും അതുപോലെ തന്നെ ഒരുപാട് ചെറിയ രീതിയിലുള്ള ചെറിയ കല്ലും മണ്ണും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു അവിടെ ഉള്ളത്. പിന്നെ അതിന് ശേഷം മഞ്ഞ് രണ്ട് സൈഡിലായിട്ട്, റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് കട്ടക്കി കിടക്കുന്ന ആ ഒരു രീതിയിലുള്ളതായിരുന്നു ഞാനിപ്പം കഴിഞ്ഞു പോയിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം പോകുന്നതോറും ഇതുപോലെ മരങ്ങളിടയിൽ തന്നെ, അതായത് താഴ്ഭാഗത്തായിട്ട് മാത്രം ഇതുപോലെ മഞ്ഞ് ഇതുപോലെ സെറ്റായിട്ട് കിടക്കുന്നു. എന്ത് ഭംഗിയെന്നോ കാണാൻ. കയ്യും നമ്മുടെ നമ്മളെ ഫേസ് പുറത്തോട്ടിടുമ്പോഴേ ഭയങ്കര തണുപ്പാണ്. നമ്മളെ ഈ കൂളിങ് ഐസ് കട്ട മുഖത്ത് വെച്ചൊരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ നമ്മളവിടെ നിന്ന് കുറേ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മളെടുത്തായിരുന്നു. ഇതാ ബാക്കിലോട്ട് നോക്കുമ്പോഴേ കാണാം താഴ്വരകളും കുന്നുകളും പോലെ തന്നെ മഞ്ഞെല്ലാം സെറ്റായിട്ട് കിടക്കുവാണ്. ഇത് ഉരുകിയാണ് അവിടെയുള്ള നദികളിൽ വെള്ളം പോകുന്നത് കേട്ടോ. അതായത് പതഞ്ഞ് നല്ല വെള്ള നിറത്തിലുള്ള വെള്ളമാണ് അവിടെ ഉണ്ടാവുന്നത്. പിന്നെ ഇവിടെ സത്യത്തിൽ പറഞ്ഞാൽ ഇവിടെ പണികളും ഗതാഗതത്തിൻ്റെ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളായിരുന്നു. പിന്നെ ഈ സൈഡിൽ കണ്ട ഈ വെള്ളം ഇതൊക്കെ മഞ്ഞാണ്, ഇങ്ങനെ സെറ്റായിട്ടിരിക്കുന്നത്. എനിക്കുള്ളൊരു ഡൗട്ടൊന്നും ഇത് എന്തുകൊണ്ട് അലിഞ്ഞു പോകുന്നില്ല. പക്ഷേ അവിടെ ആ തണുപ്പ്, അവിടുത്തെ ആ ഒരു ടെമ്പറേച്ചറും കാര്യങ്ങളും തണുപ്പിൽ നിൽക്കുന്നത് കൊണ്ട് ഇതങ്ങനെ പോവത്തില്ല. ചെറിയ തുള്ളികളായിട്ട് തന്നെ നിന്ന് വീണ്ടും ഐസ് കട്ടാവുന്നു. അങ്ങനെ നിന്ന് പോവത്തേ ഉള്ളൂ. അങ്ങനെ നമ്മൾ സിന്തൻ ടോപ്പ് എത്താറായിട്ടുണ്ട്. ആ ഒരു ഏരിയയും കാര്യങ്ങളുമാണിത്. ഞാനങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ കുറച്ച് മഞ്ഞെടുത്ത് കയ്യിലൊക്കെ വെച്ച് നോക്കിയായിരുന്നു അതിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളും എങ്ങനെയാണെന്നും. എൻ്റെ പൊന്നോ, ഭയങ്കര ടെമ്പറേച്ചർ തന്നെയായിരുന്നു കേട്ടോ. അതികഠിനമായിട്ടുള്ള തണുപ്പ് തന്നെ. നമുക്ക് കുറച്ച് നേരം പോലും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതായിരുന്നു. അങ്ങനെ നമ്മൾ ഒടുവിൽ സിന്തൻ ടോപ്പിലെത്തിയിട്ടുണ്ട്, അതായത് ഏരിയയിലെത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ കാറൊക്കെ ടാക്സി പാർക്കൊക്കെ ചെയ്തു. അതിനുശേഷം ഞാനും മിക്കായും കൂടി നടന്നു പോവുകയാണ്. അത്യാവശ്യമല്ല, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും ഇതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇവിടെ പോകുന്നതിന് മുന്നേ റോഡ് സൈഡിൽ തന്നെ നമുക്കായിട്ട് കോട്ടും അതുപോലെ ബൂട്ടും വാങ്ങിച്ചവരെ മാത്രമേ ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വിടുന്നുള്ളൂ. കാരണം ഇവിടെ അങ്ങനെ നിൽക്കാൻ പറ്റത്തുള്ളൂ, അത്ര തണുപ്പാണ് അവിടെ. ഒറ്റ മനുഷ്യൻ്റെയിലും കോട്ടില്ലാതില്ല. കാരണം അങ്ങോട്ട് കയറുന്ന എല്ലാവരെയും കോട്ടും ബൂട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ താഴ്ന്ന് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു കോട്ട്. 200-300 ആ ഒരു റേഞ്ചായിരുന്നു. പിന്നെ ബൂട്ടിനും ആ ഒരു സെയിം റേഞ്ചായിരുന്നു. അങ്ങനെ ഇക്കാക്കും എനിക്കുമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടേക്ക് കുറച്ച് നേരം നിന്നു. അവിടുത്തെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു 1.5-2 മണിക്കൂറായിരുന്നു നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. കാരണം ഇവിടെ നിന്ന് പിന്നെയും തിരിച്ചു പോകുമ്പോഴത്തേക്ക് തന്നെ വീണ്ടും കുറച്ച് ഡിലേ ആവും.
കുറച്ച് താമസിക്കും. അപ്പോൾ നമ്മളൊരു 2 മണിക്കൂറായിരുന്നു അവിടെ നിന്നത്. അങ്ങനെ നമ്മൾ ആ സിന്തൻ ടോപ്പിൻ്റെ മുകളിലോട്ട് പോവുകയാണ്. അവിടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ കാണാനും അതുപോലെ തന്നെ ചെയ്യാനൊക്കെ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ കുഴിഞ്ഞു പോകുന്ന ഒരു ഏരിയയും കൂടി ഉണ്ടായിരുന്നു, കട്ട പിടിച്ചെടുക്കുന്ന ഏരിയ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വീഴാൻ പോയിട്ടുണ്ടായിരുന്നു. കാരണം അത്രത്തോളം നല്ല രീതിയിലുള്ളതായിരുന്നു അവിടുത്തെ ഒരു ഇതായിരുന്നു. നമ്മുടെ ടാക്സിയിലെ ഡ്രൈവർ, നമുക്ക് ഭാഷ അറിയത്തില്ലല്ലോ വലുതായിട്ട്. സോ ഡ്രൈവർ നന്നായിട്ട് തന്നെ നമ്മളെ അവിടെ കൊണ്ടെത്തിക്കുകയും അതുപോലെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു തരുകയൊക്കെ ചെയ്തായിരുന്നു. ഇതുപോലെ സിന്തൻ ടോപ്പിൻ്റെ മുകളിലോട്ട് പോകണം. എന്നെ ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് പോവാണ്. കാരണം നടക്കാൻ സത്യത്തിൽ പറ്റത്തില്ല. കാരണം അത്രത്തോളം നമ്മൾ വീണു പോവും ആ ഒരു രീതിയായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോ എടുക്കാനായിട്ട് മഞ്ഞിൽ കുറച്ച് ഇത് ചെയ്യുവാണ്. അങ്ങനെ അത് ചെയ്തു. പിന്നെ നമ്മൾ ഫ്രണ്ട്സിനെ കൊണ്ട് തന്നെ നമ്മൾ കുറേ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ നമ്മൾ ഇട്ടേക്കുന്ന ബൂട്ടും ഇട്ടേക്കുന്ന ജാക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഈ റോഡ് സൈഡിൽ തന്നെ എല്ലാവരും ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഈ ഒരു സിന്തൻ ടോപ്പിൽ അധികം ആരും പോയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ ഇത് വലുതായിട്ട് അങ്ങനെ അറിയത്തില്ല എന്നാണ് അവിടെ ഉള്ളവർ പറഞ്ഞിട്ടുള്ളത്. അവിടെ വന്ന ടൂറിസ്റ്റ് ആയിരുന്നു വലുതായിട്ട് ഇങ്ങോട്ട് പോകത്തില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അറിഞ്ഞിട്ട് അങ്ങനെ ഇങ്ങോട്ട് പോകുന്നതായിരുന്നു. അങ്ങനെ നല്ല കാറ്റും അതുപോലെ വെയിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഭയങ്കര ടെമ്പറേച്ചർ ഇല്ലായിരുന്നു. കാരണം മഞ്ഞിൻ്റെ ഒരു ഇതുള്ളത് കൊണ്ട്, മഞ്ഞും ആ ഒരു തണുപ്പും ഉള്ളത് കൊണ്ട് അത്യാവശ്യം ചൂടിൻ്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ വെയിൽ ഉണ്ടായിരുന്നു, പക്ഷെ ആ ഒരു ചൂട് അറിയത്തില്ല. ആ ഒരു ഇത് ആ ടോപ്പിലോട്ട് പോകാനുള്ള പ്ലാനാണ്. നമ്മളങ്ങനെ ടോപ്പിലെത്തിയായിരുന്നു കേട്ടോ. ടോപ്പിലോട്ടൊക്കെ ടോപ്പിൽ പോയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നമ്മുടെ ഫ്രണ്ട്സ് എടുത്ത് തന്നിട്ടുള്ളത്. അത് കറക്റ്റ് നമ്മൾ ആ ഒരു ടോപ്പിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ കുറേ മരങ്ങളും ചെടികളും അതിൻ്റെ മുകളിൽ കൂടെ തന്നെ മഞ്ഞുകൾ കിടക്കുന്ന ഒരു സ്ഥലം കൂടി എൻ്റെ തൊട്ട് താഴെയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ഇറങ്ങി പോകുന്ന വഴിക്ക് ഞാൻ ഇതുപോലെ ഒരു ലവ് വരച്ച് നോക്കിയിട്ട് കയ്യിൽ നിന്ന് എടുക്കാനുള്ളൊരു പ്ലാനായിരുന്നു. പക്ഷേ അത് നടന്നില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മളവിടെയൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഇറങ്ങി പോകുന്ന വഴിക്ക് നമ്മൾ കുതിരകളും അതുപോലെ തന്നെ നദിയുടെ ഭാഗത്തായിട്ടൊക്കെ നമ്മൾ ഇറങ്ങിയായിരുന്നു. അവിടെ പോകുന്നതായി ഈ ഒരു സ്ഥലം, ഈ ഒരു ഏരിയ കണ്ടു. അവിടെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവിടുത്തെ ആൾക്കാർ അതുപോലെ കുട്ടികളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഷട്ടിൽ ബാറ്റും ക്രിക്കറ്റൊക്കെ കളിക്കുന്നത് കാണാമായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നിന്ന്. കാരണം തണുപ്പും ആ ഒരു വ്യൂവും ആ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു കേട്ടോ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഞാനൊരു വീട് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ വീട് കണ്ടപ്പം എനിക്കെന്തൊരു യുണീക്ക് വീട് കണക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു വീട്ടിൻ്റെ അങ്ങോട്ട് പോയി. തന്നെയാണ് പോയത്. ആ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് 2 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൊച്ചിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. കാരണം അവർക്കാരനോട് അവരെന്തോ ഗുജറാത്തി ഭാഷയോ അങ്ങനത്തെ എന്തോ ഭാഷയായിരുന്നു. എനിക്കാണെങ്കിൽ ചിരി വന്ന്. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു, ആ വീടിൻ്റെ അങ്ങോട്ട് പോയി അവിടുത്തെ കാര്യങ്ങളും വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. അങ്ങനെ അതാണ് ഈ ഒരു വഴി. ഇവിടെയെന്ന് വെച്ചിട്ട് കണ്ടോ, മരങ്ങൾ, അതായത് തടി കഷ്ണങ്ങൾ വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ കൂടെ മണ്ണിട്ട് പൂശിയിട്ടാണ് ഇവർ ഈ വീട് വെച്ചിട്ടുള്ളത്. ഇവിടുത്തെ പൂട്ടും കാര്യങ്ങളും വീടൊക്കെ ഇങ്ങനെയായിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അത് എനിക്ക് എത്രത്തോളം പറഞ്ഞു തരണമെന്ന് അറിയത്തില്ല. കാരണം അത്രത്തോളം ഭംഗിയാണ് അവിടുത്തെ ആ ഒരു വീടും കാര്യം, ഈ നദികളും. ഇവിടെ എൻ്റെ കൂട്ടമായിട്ടുള്ള കുറേ വീടുകളുണ്ട്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നതൊക്കെ ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ളതാണോ, ഇനി അവിടെ ഉള്ളവർക്ക് നോർമൽ സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ള വീടാണോ എന്ന് അങ്ങനെ ഒന്നും അറിയത്തില്ല. അവരെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് അവർ കൃഷി ഇറക്കാനായിട്ട് തന്നെ കുറേ സ്ഥലമുള്ളത്. അവിടെ തന്നെ ഒരു പാവം ഒരു മാമനാണെന്ന് തോന്നുന്നുണ്ട്. അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ അവർ കൃഷി ചെയ്യുവാണ് അവിടെ. ആംബിയൻസും കാര്യങ്ങളൊക്കെ എൻ്റെ പൊന്നോ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത്ര കിടിലമായിരുന്നു. പിന്നെ ഈ വീടുകളൊക്കെ തന്നെ എപ്പോഴും ആ ഒരു ത്രികോണാകൃതിയിലുള്ള ഒരു വീട് തന്നെയാണ്. ആ ഫുള്ള് കാശ്മീർ നമ്മുടെ ഈ ഒരു സിന്തൻ ടോപ്പിലോട്ട് പോയൊരു ഏരിയ മുഴുവൻ ഇങ്ങനത്തെ വീടുകളായിരുന്നു. അടുക്കി ഇങ്ങനെ ചേർന്നിരിക്കുന്ന വീടുകളായിരുന്നു. പിന്നെ ഈ വീട് മാത്രം ചെറിയൊരു കൗതുകം പോലെ തോന്നി. അകം കയറി കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ളൊരു അവസരം കിട്ടിയില്ല. പിന്നെ അവിടെ നിന്നു. നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ്. കയറി ഒരു വൈകിട്ട് 6:30 ആയപ്പോഴത്തേക്കും. അവിടെ കാശ്മീർ എന്ന് പറഞ്ഞാൽ പകൽ കൂടുതലും നൈറ്റ് കുറവുമാണ്. അതുകൊണ്ട് നമുക്കറിയാനേ പറ്റില്ല. ഈ ഒരു ടൈം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിവിടെയൊക്കെ ഒരു 6:30 6:45 പക്ഷേ സത്യത്തിൽ അവിടെ 7 മണി കഴിഞ്ഞു. ഈ ഒരു ടൈം 7-7:30 ആവും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നെക്സ്റ്റ് വീഡിയോയിൽ